എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിട്ടുള്ള ഇന്ത്യൻ നാവിക കലാപത്തെ പറ്റി ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകളൊന്ന് പെട്ടെന്ന് നോക്കാം. 1946 ഇന്ത്യൻ നാവിക കലാപം നടന്നത്. 1946 ഇന്ത്യൻ നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. ബോംബെയിൽ വെച്ചാണ് 1946 ഇന്ത്യൻ നാവിക കലാപം നടന്നത്. ഇന്ത്യൻ നാവിക കലാപത്തിന്റെ മറ്റൊരു പേര് ബോംബെ കലാപം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ നാവിക കലാപത്തിന്റെ കാരണങ്ങൾ ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടി വന്ന വർണ്ണവിവേചനം, മോശം തൊഴിൽ സാഹചര്യം, മോശം ഭക്ഷണവും മോശം തൊഴിൽ സാഹചര്യവും ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടി വന്ന വർണ്ണവിവേചനമൊക്കെയാണ് നാവിക കലാപത്തിന്റെ കാരണമായി തീർന്നത്. ഇന്ത്യൻ നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് വേവൽ പ്രഭുവാണ്. ഇന്ത്യയിൽ നാവിക കലാപം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു. ഇന്ത്യൻ നാവിക കലാപം ആരംഭിച്ചത് 1946 ഫെബ്രുവരി 18. 1946 ഫെബ്രുവരി 18 ഇന്ത്യയിൽ നാവിക കലാപം ആരംഭിച്ചത്. നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പലാണ് HMIS തൽവാർ. HMIS തൽവാറിലാണ് നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. നാവിക കലാപകാരികൾ രൂപം കൊടുത്ത സംഘടനയാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. നാവിക കലാപകാരികൾ രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നത് MS ഖാനെയാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുത്തിയത്. കലാപത്തിന് നേതൃത്വം നൽകി അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖനാണ് BC ദത്ത്. നാവിക കലാപത്തിന് നേതൃത്വം നൽകിയും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖ വ്യക്തിയാണ് BC ദത്ത്. നാവിക കലാപത്തെ പിന്തുണച്ച ഒരേ ഒരു രാഷ്ട്രീയ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നാവിക കലാപത്തെ പിന്തുണച്ച ഒരേ ഒരു രാഷ്ട്രീയ സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നാവിക കലാപം പടർന്നു പിടിച്ച മറ്റു പ്രദേശങ്ങൾ നോക്കുമ്പോൾ കറാച്ചി, പൂനെ, കൽക്കട്ട, മദ്രാസ്, വിശാഖപട്ടണം എന്നിവയെല്ലാം ഉണ്ട്. നാവിക കലാപം പടർന്നു പിടിച്ച മറ്റു പ്രദേശങ്ങളാണ് കറാച്ചി, പൂനെ, കൽക്കട്ട, മദ്രാസ്, വിശാഖപട്ടണം. നാവിക കലാപത്തിന്റെ നേതാക്കളോട് സമരം അവസാനിപ്പിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടത് ഗാന്ധിജിയും മുഹമ്മദ് അലി ജിന്നയുമാണ്. നാവിക കലാപത്തിലെ നേതാക്കളോട് സമരം അവസാനിപ്പിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട നേതാക്കളാണ് ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സമരക്കാരോട് ചർച്ച ചെയ്ത നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സമരക്കാരോട് ചർച്ച ചെയ്ത നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാവിക കലാപത്തെ സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. നാവിക കലാപത്തെയാണ് ഗാന്ധിജി സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് വിശേഷിപ്പിച്ചത്. നാവിക കലാപകാരികൾ കീഴടങ്ങിയത് 1946 ഫെബ്രുവരി 23. നാവിക കലാപകാരികൾ കീഴടങ്ങിയത് 1946 ഫെബ്രുവരി 23. നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. ഇതിൻ്റെ മറ്റൊരു പേര് ബോംബെ കലാപം. കാരണം എന്താണ്? ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടി വന്ന വർണ്ണവിവേചനം, മോശം തൊഴിൽ സാഹചര്യം, മോശം ഭക്ഷണമൊക്കെയാണ്. നാവിക കലാപം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് വേവൽ പ്രഭുവും. നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ HMIS തൽവാറാണ്. ഇന്ത്യൻ നാവിക കലാപം ആരംഭിച്ചത് 1946 ഫെബ്രുവരി 18. ഇന്ത്യൻ നാവിക കലാപം അവസാനിച്ച്, അതായത് നാവിക കലാപകാരികൾ കീഴടങ്ങിയത് 1946 ഫെബ്രുവരി 23. നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് SM ഖാനാണ്. നാവിക കലാപകാരികൾ രൂപം കൊടുത്ത ഒരു സംഘടനയില്ലേ നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. കലാപത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖ വ്യക്തിയാണ് BC ദത്ത്. നാവിക കലാപത്തെ പിന്തുണച്ച ഒരേ ഒരു രാഷ്ട്രീയ സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നാവിക കലാപം പിടിച്ച മറ്റു പ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? കറാച്ചി, പൂനെ, കൽക്കട്ട, മദ്രാസ്, വിശാഖപട്ടണം. നാവിക കലാപത്തിന്റെ നേതാക്കളോട്
സമരം അവസാനിപ്പിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടത് ഗാന്ധിജിയും മുഹമ്മദ് അലി ജിന്നയുമാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സമരക്കാരോട് ചർച്ച ചെയ്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാവിക കലാപത്തെ സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്ത്യൻ നാവിക കലാപം എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സും ഒക്കെ ജസ്റ്റ് കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണമേ. ഇതുപോലെയുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.